ഓക്കെ, അപ്പോൾ പാക്കേജസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എ ഫോൾഡർ. ഓക്കെ, നമ്മൾ പാക്കേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫോൾഡറാണ്. ഫോൾഡർ അതായത് ഇപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, പാക്കേജസ് ശരിക്കും കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ പല ക്ലാസ്സുകളുടെയും പേര് ഒരുപോലെ വരാം. ഇപ്പോൾ ഇപ്പം ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ കോമൺ ആണ്, സർക്കിളിന് ഏരിയ ഉണ്ട്, അതുപോലെ മറ്റ് ഷേപ്പുകൾക്കും പറയുന്ന പേര് ഏരിയ എന്നാണ്. അപ്പോൾ ക്ലാസ് നെയിം നമ്മൾ ഏരിയ എന്ന് കൊടുത്താൽ രണ്ടിൻ്റെയും ക്ലാസ് നെയിം എന്താവും? ഏരിയ. അപ്പോൾ ഏത് ക്യാപിറ്റൽ എ ഏരിയ. സംഭവിക്കുന്നത് എന്താ, ഇത് ഒരു പാക്കേജിനകത്ത് ഇടാൻ പറ്റത്തില്ല. ക്യാപിറ്റൽ എ വെച്ചിട്ടുള്ള ഏരിയ ഡോട്ട് ജാവ ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു പാക്കേജിനകത്ത് ക്ലാസ് നെയിമുകൾ ഒരുപോലെ വരുമ്പോൾ നമുക്ക് എന്തിനു പറ്റില്ല? അത് വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പേര് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ A1 A2 അങ്ങനെയൊന്നും പറ്റത്തില്ല. ഏരിയ ഈസ് ഓൾവേസ് ഏരിയ, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ 2 പാക്കേജും ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. 2 പാക്കേജും ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. പാക്കേജ് 1-നകത്ത് എന്താ പറയുക, നമ്മുടെ ഇപ്പം USA.java, പാക്കേജ് 2-നകത്ത് USA.java. ഓക്കെ, ആദ്യത്തെ USA.javaയ്ക്കുള്ളിൽ ആ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും രണ്ടാമത്തെ USA.javaയ്ക്കുള്ളിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആയിരിക്കും. ക്ലാസ് നെയിം സെയിം ആയതുകൊണ്ട് കണ്ടന്റ് സെയിം ആവണമെന്നില്ല, അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിന് നമുക്ക് എക്ലിപ്സ് ഐഡിയിലും നെറ്റ് ബീൻസിലും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം കാണിക്കുന്നത് നെറ്റ് ബീൻസിലാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യാറുള്ളതുള്ള ഫയൽ, ന്യൂ പ്രോജക്റ്റ്, ദെൻ ജാവ ആപ്ലിക്കേഷൻ, ഫിനിഷ്. നെക്സ്റ്റ് ഒരു പേര് കൊടുക്കുക, പാക്കേജസ്, PKGS, packages. Okay, then finish. Okay, അപ്പോൾ പാക്കേജസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി. ദെൻ ഡബിൾ ക്ലിക്ക്, ദെൻ സോഴ്സ് പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എക്ലിപ്സിലാണെങ്കിൽ ഇതിന് SRC എന്ന് പറയും. സോഴ്സ് അത് തന്നെയാണ് എൻ്റെ മീനിങ്. ഇതിൽ നമ്മൾ സോഴ്സ് പാക്കേജ് നേരിട്ട് എഴുതിക്കും. സോ റൈറ്റ് ക്ലിക്ക് ദ സോഴ്സ് പാക്കേജ്, ദെൻ ഗീവ് ജാവ പാക്കേജ്. ഞാൻ P1 എന്ന് അല്ലെങ്കിൽ PKG1. ഓക്കെ, നമ്മൾ കൊടുക്കുകയാണ്. പാക്കേജ് 1 എന്നാണ് ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫിനിഷ്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഞാൻ ക്ലാസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. പാക്കേജ് 1-നുള്ളിൽ ക്ലിയർ, ന്യൂ ജാവ ക്ലാസ്. ഓക്കെ, A എന്നാണ് പേര് കൊടുക്കുന്ന ക്ലാസ് നെയിം. ഫിനിഷ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് 4 ടൈപ്പ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഈസ് ഇൻഡ് x ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഒരു കുറച്ച് അട്രാക്റ്റീവ് 15 കൊടുക്കുക, സെമിക്കോളൻ. ദെൻ ആക്സസ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ ജാവയ്ക്കകത്ത് എന്താണ്? പബ്ലിക്, പ്രൈവറ്റ്, ദെൻ പ്രൊട്ടക്റ്റർ. അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ടാണ്. നമ്മൾ ഒരു ആക്സസ് മോഡിഫയറും കൊടുത്തില്ല എങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയരുത്. ഈ സെഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മറുപടി പറയാവും. ഓക്കെ, CPP-ലൊക്കെയാണ് നമുക്ക് മറുപടി പറയാം. ഇത് ജാവയിൽ അങ്ങനെയല്ല, ഒരു ചെറിയൊരു കാര്യമുണ്ട്, അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ രണ്ടാമത് കൊടുക്കുന്നത് പബ്ലിക്, PU കൺട്രോൾ സ്പേസ് പബ്ലിക് ഇൻഡ് x_PUB. എന്തിനാ x_PUB? പബ്ലിക് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ദെൻ 16 സെമിക്കോളൻ. ഓക്കെ, ദെൻ പ്രൈവറ്റ് ഇൻഡ് x_PRI. x_PRI ഒരു വേരിയബിൾ നെയിമാണ്. പ്രൈവറ്റ് വേരിയബിൾ ആണെന്ന് എവിടെ നിന്നാലും നമുക്ക് x_PRI കാണുമ്പോൾ മനസ്സിലാവും അത് പ്രൈവറ്റ് വേരിയബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു കൊടുക്കുന്ന വെറും ഒരു ഐഡൻറ്റിഫയർ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, ദെൻ പ്രൊട്ടക്റ്റഡ്. ഇങ്ങനെ 3 തരമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? വേരിയബിൾസ്. ഇൻഡ് x_PRO ഈക്വൽ ടു 18. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാനിവിടെ 4 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഒന്നിൽ ആക്സസ് മോഡിഫയർ ഇല്ല, മറ്റതിൽ ആക്സസ് മോഡിഫയറുകൾ പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഇനി ഇവരുടെ ആക്സസബിലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരെ നമ്മൾ സ്വന്തം ക്ലാസ്സിൽ ആക്സസ് ചെയ്യുമ്പോഴും മറ്റു ക്ലാസ്സുകളിൽ സെയിം പാക്കേജിലുള്ള അതർ ക്ലാസ്സുകളിലും അതർ പാക്കേജസിലെ ക്ലാസ്സുകളിലും. ഫസ്റ്റ് നമ്മൾ സെയിം പാക്കേജിലെ ക്ലാസ്സിൽ അതാണ് നോക്കാൻ പോകണം. ആദ്യം സെയിം ക്ലാസ് നോക്കാം. സോ ഞാനിവിടെ ഒരു മെത്തേഡ് എഴുതാൻ പോവുകയാണ്. വോയിഡ് മെത്തേഡ് നെയിം കൊടുക്കുമ്പോൾ എപ്പോഴും മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ? ഫംഗ്ഷൻ. CPP-ൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും, ജാവയിൽ മെത്തേഡ് എന്ന് പറയും. വേറെ യാതൊരു വ്യത്യാസവും അതിനകത്ത് വരുന്നില്ല. സോ മെത്തേഡ് നെയിം കൊടുക്കുമ്പോൾ എങ്ങനെയാ? ഫസ്റ്റ് ലെറ്റർ സ്മാൾ, പ്രിന്റ് സെക്കൻഡ് ലെറ്റർ തുടങ്ങുന്നത് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ പ്രിന്റ് ചെയ്യേ, ക്ലാസിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്, പ്രിന്റ് ചെയ്യേ. വേറെ പാരാമീറ്ററുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ദെൻ അറിയാലോ SOUT കൊടുക്കുക. ഇപ്പം എക്ലിപ്സിലാണെങ്കിൽ SYSO
കൺട്രോൾ സ്പേസ് ആണ്. ഇതിലാണെങ്കിൽ SOUT ടാബാണ്, രണ്ടും രണ്ടാണ്. സോ ഇതിൽ എക്സ് ഈസ് ഈക്വൽ ടു എല്ലാം പ്രിന്റ് ചെയ്യാണ്. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ്, പ്ലസ് ആണ് നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്നത്, പ്ലസ് എക്സ്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യാണ്, ഇപ്പം 4 വേരിയബിൾ പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് നമ്മൾ കൊടുക്കും, എക്സ് അണ്ടർസ്കോർ നമ്മൾ ഈ വേരിയബിളും കൊടുത്താൽ മതി, പബ്ലിക് അല്ലേ. കോപ്പി, ദെൻ ഇത് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ്, വെറുതെ കഥ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഇതിനെ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടുക. അതുപോലെ ഇതിനെ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടുക. ഈസ് അല്ലേ, ഈസ്. ഓക്കെ, ഇവിടെ എക്സ്, ഇവിടെ എന്താണ്, എക്സ് അണ്ടർസ്കോർ PUB, തെറ്റിപ്പോരുത്, പബ്ലിക്. ഇവിടെ എന്താണ്, പ്രൈവറ്റ് അല്ലേ, പ്രൈവറ്റ്. ഇവിടെ എന്താണ്, പ്രൊട്ടക്റ്റഡ് അല്ലേ, പ്രൊട്ടക്റ്റഡ്. ദെൻ ഫൈൻ. സോ ഇത് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, ഇതിനകത്ത് തന്നെ നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഈ മെത്തേഡ്. സോ എഗെയിൻ ഞാൻ വേറൊരു ക്ലാസ് ആഡ് ചെയ്തിട്ട് ഇതിപ്പോൾ സെയിം ക്ലാസ്സിലെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് എയുടെ കണ്ടന്റ് ആണ് ഈ 4 വേരിയബിൾ വന്നിരിക്കുക, ഇതിനകത്ത് നമുക്ക് എല്ലാം പ്രിന്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ വീടിനകത്തുള്ളതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ അവിടെ പ്രത്യേകിച്ച് ഒരു പെർമിഷനോ ആക്സസ് മോഡിഫയറിൻ്റെ ഒരു ലിമിറ്റേഷനോ പ്രോബ്ലമോ തടസ്സങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ദെൻ ഇനിയാണ് നമ്മൾ കറക്റ്റ് ഏരിയ കയറാൻ പോകുന്നത്. സെക്കൻഡ് ബി, ക്ലാസ് ബി. ഓക്കെ, ഈ ക്ലാസ് ബിയിൽ ഞാൻ ഈ വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്യില്ല. ഈ വേരിയബിൾസിനെ അങ്ങോട്ട് ക്ഷണിക്കത്തേ ഉള്ളൂ, ഇൻവൈറ്റ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഡിക്ലെയർ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെയും ഇതുപോലെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിലെ കണ്ടന്റ് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കാറ്, ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റ് ചെയ്താലല്ലേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ എക്സ്റ്റൻസ് എ എന്ന് കൊടുത്താൽ എ ഇവിടെ സൂപ്പർ ക്ലാസ്സും ബി ഇവിടെ സബ് ക്ലാസ്സുമാണ്. സോ എയുടെ എല്ലാ കണ്ടന്റും നമുക്ക് എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ബിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ മെത്തേഡിനെ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തും. കോപ്പി ചെയ്ത് വെറുതെ എഴുതാൻ നിൽക്കണ്ട, പ്രോഗ്രാം സ്പീഡിൽ പോകുന്നുണ്ടോ. ശരി, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, എ മാറ്റി ബി ആക്കിക്കോണേ, കാരണം ഇത് പ്രിന്റ് ബി ആണ്, ബി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്താ കണ്ടത്, ബൈ ഡിഫോൾട്ട് നോ പ്രോബ്ലം, പബ്ലിക് വേരിയബിൾ നോ പ്രോബ്ലം, പക്ഷേ പ്രൈവറ്റ് കിട്ടില്ല. ഓക്കെ, ദെൻ പ്രൊട്ടക്റ്റഡോ, അവിടെയും പ്രശ്നമില്ല. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ആക്സസ് മോഡിഫയേഴ്സിൽ പ്രൈവറ്റായി നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ, ഇൻസ്റ്റലൈസ് ചെയ്താൽ അത് ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഔട്ട്സൈഡ് ദ ക്ലാസ്, അത് എക്സ്റ്റെൻഡ് ചെയ്തായാലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും പ്രൈവറ്റ് നമുക്ക് ആക്സസബിലിറ്റി കിട്ടില്ല. ഓക്കെ, സോ നമ്മൾ ഈ സ്റ്റെപ്പ് ഡിലീറ്റ് ചെയ്യരുത്. പഠിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിനി, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, ദെൻ ഞാൻ വേറൊരു ക്ലാസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, സി എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കുകയാണ്, സി. ക്ലിയർ. ഇവിടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല, കാരണം എക്സ്റ്റെൻഡ് ചെയ്താൽ പിന്നെ ബിയും സിയും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. ബിയിൽ എന്ത് കണ്ടോ അത് തന്നെ സിയിലും കാണും. സോ ഞാൻ എക്സ്റ്റെൻഡ് അല്ല, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആരുടെ, ക്ലാസ് എയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഈക്വൽ ടു ന്യൂ എ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസിനെ വിളിക്കാൻ പറ്റും. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിളിക്കാം, പിന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് വിളിക്കാം. അതേ മെത്തേഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്, പക്ഷെ വിളിക്കുന്ന വ്യത്യാസമുണ്ട്. സി, അവിടെ എങ്ങനെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒബ്ജക്റ്റ് വെച്ചേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ, OB ഡോട്ട്. ഓക്കെ, ഓക്കെ, കണ്ടല്ലോ, ഒബ്ജക്റ്റ് ഡോട്ട് എക്സ് അണ്ടർ ഒബ്ജക്റ്റ് ഡോട്ടേ നമുക്ക് വേരിയബിൾസിനെ വിളിക്കാൻ പറ്റൂ. കാരണം ഇവിടെ നമ്മൾ വിളിച്ചിരിക്കുന്ന ഇൻഹെറിറ്റൻസ് അല്ല, പകരം ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും എന്ത് പറ്റില്ല, പ്രൈവറ്റ് വേരിയബിൾ വിസിബിൾ അല്ല, തെറ്റാണ്, വിളിക്കാൻ പറ്റില്ല. സോ എക്സ്റ്റെൻഡ് ചെയ്തോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ ഒരിക്കലും നമുക്ക് എന്തിനു പറ്റില്ല, ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ എന്ത് ചെയ്തു, കമൻറ്റ് ചെയ്യണം. സോ അതവിടെ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, സെയിം പാക്കേജിനകത്ത് 1, 2, 3 ഇതിൽ പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്ററിൻ്റെ വിസിബിലിറ്റിയാണ് നമ്മൾ പഠിച്ചത്. പ്രൈവറ്റ് വേരിയബിൾ മാത്രം എയിൽ ഡിക്ലെയർ ചെയ്തെങ്കിൽ അത് എയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റ് ക്ലാസ്സുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോ വിളിക്കാൻ കഴിയില്ല. ഷുവർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, മെയിൻ ക്ലാസ് നമ്മൾ ഈ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം നമ്മൾ നെക്സ്റ്റ് പാക്കേജിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാണ്, കാരണം ഈ ആക്സസ് മോഡിഫയർ അതർ പാക്കേജിൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ. സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. വേറൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, PKG2.
പാക്കേജ് 2. ഓക്കെ, ഇതിലും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, എയിൽ ആ 4 വേരിയബിൾസിനെ തന്നെ വിളിക്കാൻ പോവുകയാണ്. പാക്കേജ് 1-ലെ എയിലെ 4 വേരിയബിൾസിനെ തന്നെ ഡി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാക്കി പാക്കേജ് 2-ൽ ഡി ക്ലാസ് ഡി. ഓക്കെ, അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എക്സ്റ്റെൻഡ് എ എററാവും. കാര്യം എന്താ, എ എന്ന് പറയുന്ന ക്ലാസ് പാക്കേജ് 1-ലെ കണ്ടന്റാണ്. സോ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പാക്കേജ് നെയിം, ഏത് പാക്കേജിലാണ് കിടക്കുന്നത്, 1 ഡോട്ട് എ. ഇപ്പോൾ എറർ പോയി, കാരണം ഇമ്പോർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ വേറെ പാക്കേജിൽ ഒരു ക്ലാസ്സിനെ ഈ പാക്കേജിൽ യൂസ് ചെയ്യാമെങ്കിൽ യു ഹാവ് ടു ഇമ്പോർട്ട്. ഇപ്പോൾ കണ്ടോ എറർ പോയി. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. സെയിം ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഏത്, എ എന്നുള്ള ഇവിടെ ഡി ആക്കിക്കോണേ, ഡിയുടെ പ്രിന്റ് മെത്തേഡ് ആയതുകൊണ്ട് ഡി. ഇവിടെ എന്തൊക്കെ കിട്ടുന്നില്ല, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ച് ആവും. ഇവിടെ എന്തൊക്കെ കിട്ടുന്നില്ല, ബൈ ഡിഫോൾട്ട് വേരിയബിൾ കിട്ടില്ല. ഓക്കെ, പ്രൈവറ്റ് വേരിയബിളും കിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും, ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആണെന്ന് പറയരുത്, നോട്ട് പബ്ലിക് നെയിം. കണ്ടല്ലോ, ഈ മെസ്സേജ് കണ്ടല്ലോ, എക്സ് ഈസ് നോട്ട് പബ്ലിക് നെയിം. സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബൈ ഡിഫോൾട്ട് എന്താ, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്ട്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയരുത്. ജാവയിൽ നമ്മൾ എന്താ പറയണ്ടേ, നോട്ട് പബ്ലിക്, ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആണെന്ന് പറയരുത്. പ്രൈവറ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് കൊടുക്കണം, പ്രൈവറ്റ് എന്ന് പറയുന്ന വേരിയബിൾ തന്നെ കൊടുക്കണം. നമ്മൾ നോർമലി അങ്ങനെ പറയുന്നവരുണ്ട്, അത് ശരി വെക്കുന്ന ട്രെയിനേഴ്സും ഉണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് ഈസ് ഓൾവേസ് ബൈ ഡിഫോൾട്ട്. അതർ പാക്കേജസിൽ അത് പ്രൈവറ്റിന്റെ സ്വഭാവം എടുക്കുന്നു കേട്ടോ, സ്വഭാവം എടുക്കുന്നു, അത്രേ ഉള്ളൂ. കമന്റ് ചെയ്യാം, പ്രൈവറ്റ് എന്തായാലും വരില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ, അതർ പാക്കേജിലേക്ക് ബൈ ഡിഫോൾട്ട് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പ്രൈവറ്റ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഞാൻ സിയിൽ ചെയ്തതുപോലെ, ക്ലാസ് സിയിൽ ചെയ്തതുപോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ക്ലാസ് സി ഇ. ഓക്കെ, സെയിം സ്റ്റെപ്പ്, ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെയും എയിൽ ആണ്ടോ, അത് ഓട്ടോ ഇമ്പോർട്ട് ആയതാണ്. ഇത് നെറ്റ് ബീൻസിൻ്റെ എക്ലിപ്സിൻ്റെ ഒക്കെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇമ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ എറർ കിടക്കും. മനസ്സിലായോ, എയിൽ എറർ കണ്ടോ, എയിൽ എററാണ്. അത് മാറ്റണമെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് പ്രൈവറ്റ് ഒന്ന് കമൻറ്റ് മാറ്റി നോക്കണം, കിട്ടൂല്ലെന്ന് അറിയണമല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചത് എന്താ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ, അതായത് എക്സ്റ്റെൻഡ് ചെയ്തല്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ ഏതൊക്കെ കിട്ടില്ല, ആക്സസ് മോഡിഫയേഴ്സിൽ ബൈ ഡിഫോൾട്ട് കിട്ടില്ല, പ്രൈവറ്റ് കിട്ടില്ല, പ്രൊട്ടക്റ്റഡ് കിട്ടില്ല. ഓക്കെ, ഈ പ്രൊട്ടക്റ്റഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതർ പാക്കേജിൽ ചൈൽഡ് ക്ലാസ്സിൽ കിട്ടും. ഇപ്പം എയുടെ ചൈൽഡ് ക്ലാസ് ആണ് എന്ത്, ഡി. ഇൻഹെറിറ്റൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതർ പാക്കേജ്, സെയിം പാക്കേജിൽ എല്ലായിടത്തും കിട്ടും, അത് വിട്ടേക്ക്. അതർ പാക്കേജിൽ എയുടെ സബ് ക്ലാസ്സിന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, പ്രൊട്ടക്റ്റഡ് കിട്ടത്തുള്ളൂ. പക്ഷെ ഇയെ സംബന്ധിച്ചിടത്തോളം എയുടെ സബ് ക്ലാസ് അല്ല ഈ. കാരണം എന്താ, അവിടെ ഇൻഹെറിറ്റൻസ് അല്ല നടന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ, ഒബ്ജക്റ്റ് ക്രിയേഷനാണ് നടന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ സൂപ്പർ സബ് ക്ലാസ്സുകൾ ആവില്ല, ഡിയും എയും. സോ അത് ഒബ്ജക്റ്റ് ക്രിയേഷൻ മാത്രമാണ്. സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഏത് വേരിയബിൾ മാത്രമേ കിട്ടത്തുള്ളൂ, പബ്ലിക് എന്ന് വെച്ചാൽ എവിടെയും കിട്ടും, എങ്ങനെയും കിട്ടും. അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ പബ്ലിക് ബിഹേവിയർ പോലെ നമ്മൾ എല്ലായിടത്തും പബ്ലിക്കലി കാണിക്കുന്ന ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അത് നോ പ്രോബ്ലം, എവിടെ വേണോ നമുക്കത് പ്രകടിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ലോജിക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്കൊരു മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതർ പാക്കേജ് തൽക്കാലം ഞാൻ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് M1 ആണ് മെയിൻ ക്ലാസ്. എന്ത് ചെയ്യാണ്, ഞാൻ ഇതിനകത്ത് കിടക്കുന്ന പ്രിന്റ് എ, അതുപോലെ ബിയിൽ പ്രിന്റ് ബി, പ്രിന്റ് സി, പ്രിന്റ് ഡി, പ്രിന്റ് ഇ, ഈ മാറ്റിയില്ലായിരുന്നു അല്ലേ, ഈ മാറ്റി. ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്ത് ഡി, പ്രിന്റ് ഡി, ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ പോവേണ്ടി. ഇതെല്ലാം പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ശരിയല്ലേ, AOB1 ഈക്വൽ ടു ന്യൂ എ, then OB2 equal to new b. then ആ എറർ മാറ്റാം, കാരണം ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ അവിടെ കിടക്കുന്നത്. OB3 equal to new b. സി ആണല്ലേ, സി. ഓക്കെ, D equal to D space OB4
OB4 ഈക്വൽ ടു ന്യൂ D. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി ഇ ഉണ്ടല്ലേ, ഇ OB5 ഈക്വൽ ടു ന്യൂ ഇ. ഇതിനകത്ത് ഡിയിലും ഇയിലും എറർ ഇല്ല, കാരണം ഡിയും ഇയും PKG2 മെമ്പേഴ്സ് തന്നെ ആയതുകൊണ്ട്. എയും ബിയും സിയും ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഒന്നൊന്നായിട്ട് ചെയ്യണമെന്നില്ല. പാക്കേജ് 1 ഡോട്ട് സ്റ്റാർ കൊടുത്താൽ മതി. സ്റ്റാർ കൊടുത്താൽ എല്ലാ പാക്കേജസും ഉണ്ടോ എറർ പോയി. ഇനി ഞാൻ ഓരോ മെത്തേഡ് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ആക്സസ് മോഡിഫയേഴ്സ്, അതായത് പബ്ലിക് പ്രൈവറ്റ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് വേരിയബിൾസിന് മാത്രം ബാധകമല്ല, ബാധകമാണ് എന്നല്ല, വേരിയബിൾസിന് മാത്രമേ അത് നിയമം ബാധകമാണ് എന്നല്ല, മെത്തേഡുകൾക്കും അത് ബാധകമാണ്. കാരണം ഞാൻ ആ മെത്തേഡിനെ പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. പ്രിന്റ് എ OB1 അല്ലേ, എയുടെ ഒബ്ജക്റ്റ് OB1 ഡോട്ട് കണ്ടോ, പ്രിന്റ് ഇല്ല, പ്രിന്റ് എ വിളിക്കാൻ കഴിയില്ല. കാര്യം എന്താ, പ്രിന്റ് എ ഞാൻ ഇവിടെ പ്രിന്റ് എഴുതി കൊടുക്കുകയാണ്, PRINT പ്രിന്റ് എ എററാണ്. കാരണം പ്രിന്റ് എ ഒരു മെത്തേഡാണ്, ഫംഗ്ഷൻ മെത്തേഡ്. അതെന്തല്ല, പബ്ലിക് അല്ല. മനസ്സിലാകുന്നുണ്ട്? അത് പബ്ലിക് ആക്കിയാൽ ഈ എറർ മാറും. ഓക്കെ, കണ്ടോ, അതായത് എക്സ് വൈ പോലെയുള്ള വേരിയബിളുകൾക്ക് മാത്രമല്ല മെത്തേഡുകൾക്കും അത് ബാധകമാണ്. പ്രിന്റ് എ എന്ന് പറയുന്ന മെത്തേഡ് എന്തായിരുന്നില്ല, പബ്ലിക് ആയിരുന്നില്ല. അതുകൊണ്ടാണ് അതവിടെ വിളിക്കാൻ പറ്റാത്തത്. സോ വേരിയബിളുകൾക്ക് എങ്ങനെയാണോ പബ്ലിക് ബാധകം, അതുപോലെ മെത്തേഡുകൾക്കും അത് ബാധകമാണ്. സോ എല്ലാ മെത്തേഡുകളിലും പോയി എന്ത് ചെയ്യുക, പബ്ലിക് എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കത് അതർ പാക്കേജസിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ മെയിൻ ക്ലാസ് സെയിം പാക്കേജിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെയാണ് പാക്കേജ് 1-നകത്ത് മെയിൻ ക്ലാസ് ഉണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇപ്പം നോക്കിയോ, OB2 ഡോട്ട് വിസിബിൾ ആയതുകൊണ്ടോ 2 ഡോട്ട് B, ദെൻ OB3 ഡോട്ട് C ഉണ്ടോ, OB4 ഡോട്ട് ദെൻ D എന്നുണ്ടോ. അപ്പം ഡിയും ഇയും പബ്ലിക് അല്ല, കണ്ടോ, ഡി പബ്ലിക് അല്ല. കാര്യം എന്താ, മെയിൻ ക്ലാസ് ഡി കിടക്കുന്ന ഇതേ പാക്കേജിനകത്താണ്. അതുകൊണ്ടാണ് എനിക്ക് പബ്ലിക് ആക്കേണ്ട കാര്യം ഇല്ല. കാരണം M1 കിടക്കുന്നത് ഈ PKG2-നുള്ളിലാണ്. ഡിയും ഇയും ആ പാക്കേജിന്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അവരെ മാത്രം എന്താക്കണ്ട, 5 ഡോട്ട്. ഓക്കെ, റൺ ചെയ്യാം. ഉണ്ടോ, ഇല്ല, ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കുക ഏതൊക്കെ ക്ലാസ്സിൽ നിന്നുള്ള ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഇടയ്ക്ക് ഇപ്പോൾ ഫ്രം പ്രിന്റ് എ എന്നൊക്കെ പറഞ്ഞോണ്ടേ സ്റ്റാർസ് ഉണ്ടോ, ആക്സസിബിലിറ്റി എല്ലാം. ഇതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഫൈൻ, താങ്ക് യു.